ഒറ്റ ദിവസം കൊണ്ട് ചുരുങ്ങിയത് 4 വീടുകൾ വരെ ഉണ്ടാക്കാം. അസാധാരണമെന്ന് തോന്നുമെങ്കിലും കാര്യം ശരിയാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്കും സൗകര്യങ്ങൾക്കും അനുസരിച്ചുള്ള വീടുകൾ ഫാക്ടറിയിൽ നിർമ്മിച്ച് കൺസ്ട്രക്ഷൻ സൈറ്റിൽ കൊണ്ടെത്തിക്കും. ഇതിന് റെഡിമെയ്ഡ് വീടുകൾ എന്നും പറയാം. പ്രീകാസ്റ്റ് ടെക്നോളജി എന്നാണ് ഈ നിർമ്മാണ രീതിയുടെ പേര്. ന്യൂസിലാൻഡിലെ ബിൽഡറായ ഗാവിൻ മൂർ ആണ് ഈ ടെക്നോളജിയുടെ ഉപജ്ഞാതാവ്. വീട് നിർമ്മിക്കാൻ ഒരു ഫാക്ടറി കൗതുകകരമായി തോന്നുമെങ്കിലും സംഗതി സത്യമാണ്. ഫാക്ടറിയിൽ നിർമ്മിച്ചെടുക്കുന്ന വീടുകൾ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച സൈറ്റിലേക്ക് ട്രക്കിൽ കൊണ്ടുപോകുകയാണ് ചെയ്യുക. ഫ്ലോറിങ്ങും ജനലുകളും കിച്ചൺ ക്യാബിനറ്റുകളും വരെ ഫാക്ടറിയിൽ അസംബിൾ ചെയ്തതിനു ശേഷമാണ് വീടുകൾ സൈറ്റിലേക്ക് നീക്കുന്നത്. ഇലക്ട്രിക് വയറിംഗ്, ഫിറ്റിംഗ്, സ്വിച്ചുകൾ നൽകുക, പ്ലംബിംഗ് നടത്തുക തുടങ്ങിയ ജോലികളും ഫാക്ടറിയിൽ വെച്ച് തന്നെ പൂർത്തീകരിക്കും. എന്തിനേറെ, ഇത്തരം ബിൽഡിങ്ങിനുള്ള സ്റ്റെയർ കേസുകൾ വരെ ഫാക്ടറിയിൽ വെച്ചാണ് നിർമ്മിച്ചെടുക്കുന്നത്. 95% നിർമ്മാണ ജോലികളും നടക്കുന്നത് ഫാക്ടറിയിലാണെന്ന് സാരം. നിർമ്മാണ ചെലവും ലേബർ കോസ്റ്റും കുറയ്ക്കാനും പെട്ടെന്ന് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനും ഇതുവഴി സാധിക്കുന്നു. ചുമരുകൾ, സ്ട്രക്ചറൽ ബീമുകൾ, ആർക്കിടെക്ചറൽ ക്ലാഡിംഗ്, റൂഫ്, ഡെക്ക് എന്നിവയ്ക്കെല്ലാം ഇണങ്ങുന്ന രീതിയിൽ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പാനലുകൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നീട് ഈ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പാനലുകൾ 4 വശത്തുമായി സ്ഥാപിച്ച അയൺ പില്ലറുകളിൽ ഘടിപ്പിക്കുന്നു. ഈ അയൺ പില്ലറുകളാണ് കെട്ടിടത്തിന്റെ ഭാരം മുഴുവൻ താങ്ങുന്നത്. ഇവയ്ക്ക് ഗുണമേന്മയും കൂടുതലാണെന്ന് മൂർ അവകാശപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. മരണപ്പെട്ടവരെ വീണ്ടും ജീവിപ്പിക്കാനുള്ള കണ്ടുപിടുത്തവുമായി യൂറോപ്പിൽ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. പേര് ടുമോറോ ബയോ. ഭാവിയിലെ സാങ്കേതിക വിദ്യ പുനരുജ്ജീവിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഈ കമ്പനി $2,20,000 മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നത്. യൂറോപ്പിലെ ആദ്യത്തെ ക്രയോ പ്രിസർവേഷൻ സ്റ്റാർട്ടപ്പാണ് ടുമോറോ ബയോ. ഭാവിയിലെ സാങ്കേതിക വിദ്യ നിങ്ങളുടെ ശരീരം തിരികെ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടെ ലിക്വിഡ് നൈട്രജനിൽ മരവിപ്പിക്കാനുള്ള അവസരം വാഗ്ദാനം ചെയ്യുന്നു. 2020 സ്ഥാപിതമായ ടുമോറോ ബയോ പൂർണ്ണ ശരീര സമ്പന്നത്തിനായി ഏകദേശം $2,20,000 തലച്ചോറിന് $81,000 എന്നീ ചാർജുകളോടെയാണ് ക്രയോജനിക് സംരക്ഷണ സേവനങ്ങൾ നൽകുന്നത്. ഇതുവരെ ഇവർ 6 വ്യക്തികളെയും 5 വളർത്തുമൃഗങ്ങളെയും ക്രയോ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. നിയമപരമായ മരണത്തിനു ശേഷം ഉടൻ തന്നെ സംരക്ഷണ പ്രക്രിയ ആരംഭിക്കുന്നു. ശരീരം -80°C തണുപ്പിക്കുകയും സ്വിറ്റ്സർലൻഡിലെ ഒരു ഫെസിലിറ്റിയിൽ -196°C ദ്രാവക നൈട്രജനിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. കമ്പനിയുടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഏകദേശം 650 ക്ലയന്റുകളുണ്ട്. 2025ഓടെ US അതിന്റെ സേവനങ്ങൾ വിപുലീകരിക്കാനും സ്റ്റാർട്ടപ്പ് പദ്ധതിയുണ്ട്. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. ചൂട് കനത്തതോടെ തണ്ണിമത്തന്റെ വരവും വിൽപ്പനയും വർദ്ധിച്ചു. രുചിയിലും കളറിലും വൈവിധ്യങ്ങൾ നിറഞ്ഞ നിരവധി തണ്ണിമത്തനുകളാണ് ചൂടിനെ തണുപ്പിക്കാൻ ഇന്ന് വിപണികളിൽ സജീവമായിരിക്കുന്നത്. ആ കാഴ്ചകളിലേക്ക്. വേനൽക്കാലത്തേക്ക് വിളവെടുപ്പിന് പാകമാക്കിയാണ് ഒട്ടുമിക്ക തണ്ണിമത്തൻ തോട്ടങ്ങളും തയ്യാറാക്കുന്നത്. കേരളത്തിൽ ചൂട് അസഹ്യമായി തുടങ്ങിയതോടെയാണ് തണ്ണിമത്തനും ആവശ്യക്കാർ ഏറിയത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമായി ധാരാളം തണ്ണിമത്തൻ വിൽപ്പനശാലകളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മൊത്ത കച്ചവടക്കാരും ചെറുകിട വ്യാപാരികളും കൂടിയ തോതിലാണ് തണ്ണിമത്തൻ ശേഖരിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. തണ്ണിമത്തന് ആവശ്യക്കാർ ഏറെയാണെന്ന് കച്ചവടക്കാർ പറയുന്നു. തണ്ണിമത്തൻ കൂടുതലായും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെയാണ് എത്തുന്നത്. കേരളത്തിൽ അപൂർവമായി മാത്രമാണ് തണ്ണിമത്തൻ കൃഷി. അന്യ സംസ്ഥാനങ്ങളിൽ തന്നെ തമിഴ്നാട്, മദ്രാസ് എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതലായും തണ്ണിമത്തൻ കേരളത്തിലേക്ക് എത്തുന്നത്. തമിഴ്നാട്ടിലെ തോട്ടങ്ങൾ ഒന്നിച്ച് വിലയ്ക്ക് വാങ്ങി തമിഴ്നാട്ടുകാരെ കൊണ്ട് തന്നെ ജോലി ചെയ്യിപ്പിക്കുകയും മലയാളികളെ മേൽനോട്ടത്തിന് നിയമിക്കുകയുമാണ് വൻകിട കച്ചവടക്കാർ ചെയ്യുന്നത്. ഇറാനി, മൃദുൽ, വിശാൽ, നംതാരി, ജന്നാത്ത് തുടങ്ങി വിവിധ ഇനങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ വിപണി കീഴടക്കിയത്. മദ്രാസ്, ദിണ്ടി വനങ്ങളിൽ നിന്നും വരുന്ന ജന്നാത്തിനാണ് കൂടുതൽ ഡിമാൻഡ്. മറ്റുള്ളവയിൽ നിന്നും താരതമ്യേന കുരുകുറവും നിറവും മധുരവുമാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതിനാലും മിതമായ വിലയ്ക്ക് ലഭിക്കുമെന്നതിനാലുമാണ് തണ്ണിമത്തന് ആവശ്യക്കാർ ഏറി വരുന്നത്. സാധാരണ ചെറുകിട കച്ചവടക്കാർ 20 രൂപ മുതൽ 25 രൂപ വരെ ചില്ലറ വിൽപ്പന നടത്തുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതിനു പുറമെ വിവിധ വിദേശ രാജ്യങ്ങളിലുള്ള പലതരത്തിലുള്ള തണ്ണിമത്തനുകളും വിപണിയിൽ ലഭ്യമാണ്. റമദാൻ ആരംഭിക്കുക കൂടി ചെയ്യുന്നതോടെ തണ്ണിമത്തൻ വിൽപ്പനയിൽ വർധനവുണ്ടാകുമെന്നും കച്ചവടക്കാർ പറയുന്നു. തണ്ണിമത്തൻ വിൽപ്പനയ്ക്ക് പുറമെ തണ്ണിമത്തൻ ജ്യൂസുകൾക്കും ഇപ്പോൾ വിപണിയുണ്ട്. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഹൂത്തി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് രാഖ്ഷി ചർച്ച നടത്തിയതായി സൂചന. ഇതോടെ നിമിഷപ്രിയയുടെ മോചന സാധ്യതയും തള്ളിക്കളയാനാകില്ല.
നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ആശ്വാസകരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സായി നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഹൂത്തി വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച നടത്തിയിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഹൂത്തി വിമത നേതാവ് അബ്ദുൽ സലാമുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് രാക്ഷിയാണ് ചർച്ച നടത്തിയത്. മസ്കറ്റിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഹൂത്തി വിമത ഗ്രൂപ്പ് നേതാവുമായി ഇറാൻ ചർച്ച നടത്തിയത്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിലും ചർച്ച നടന്നിരുന്നു. മകൾക്കു വേണ്ടി പ്രാർത്ഥനയോടെ മോചനവും കാത്ത് നിമിഷപ്രിയയുടെ അമ്മ മാസങ്ങളായി ഇറാനിൽ കഴിയുകയാണ്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.